വിശ്വാസികൾ മൃതശരീരത്തിൽ തൈലമൊഴിക്കുന്ന കാലം വിദൂരമല്ല. ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരു പക്ഷേ എനിക്ക് എന്റെ അറിവിൽ നിന്ന് സംസാരിക്കുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. നിങ്ങൾക്കത് തിരുത്താനുള്ള അവകാശവും ഉണ്ട്. ഞാൻ പറയുന്നതിലെ തെറ്റെനിക്ക് കാണിച്ചു തരുമ്പോൾ എനിക്കത് പഠിക്കുവാനും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ മാറ്റിവെക്കാനും കഴിയും. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി ചെറിയ ചെറിയ വീഡിയോകളാക്കി ഇതിടുന്നത്. ഇന്നത്തെ വിഷയം ഒരു മരണ നടന്ന ഭവനം എന്ന് പറയുന്നത് വളരെയേറെ സെൻസിറ്റീവ് ആയിട്ടുള്ള വീടാണ്. അവിടെ അവർ കൊടുക്കുന്ന സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് നല്ലതാണ്. അവരെ മാനസികമായി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നല്ലതാണ് സപ്പോർട്ട്. എന്നാൽ പല സമയത്തും ചില ആളുകൾ കാണിക്കുന്നത് പ്രകടനങ്ങൾ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്നതിൽ ഉപരിയായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ട് അതിനടിയിൽ കൂടെ ചില കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി അത് ഞാൻ കൃത്യമായിട്ട് പറയാം. ഉദാഹരണം, ഞാനൊരു വീട്ടില് സംസ്കാര ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ എന്റെ അടുത്ത് നിന്ന് ഒരാളോട് ഞാൻ പറഞ്ഞു, ഈ വീടിന്റെ അടുക്കളയിൽ കയറി നോക്കൂ, പാത്രം വല്ലതും കഴുകാനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ല, ചിലപ്പോ ഈ അച്ഛൻ കയറി ആ പാത്രം കഴുകിക്കളയുന്നു. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥ കൂടിയിരിക്കുക. കസേര പിടിച്ചിടുന്നു, പൂവെടുത്ത് വെക്കുന്നു, കൊണ്ടുവന്ന റീത്തിനകത്തുനിന്ന് പൂവെടുത്ത് ഡെഡ് ബോഡി വെക്കുന്നു. അങ്ങ് ആത്മാർത്ഥ കൂടി നിൽക്കുക. അതിനിടയ്ക്ക് തുടച്ചു കൊടുക്കുന്നു ഡെഡ് ബോഡി, പിന്നെ ഫാൻ വീശി വെച്ചു കൊടുക്കുന്നു, എല്ലാം ചെയ്യുക. ആത്മാർത്ഥം കൂടിയിരിക്കുക. ഇതിനെല്ലാം വേറെ ഉദ്ദേശമുള്ളത്. ആ ഉദ്ദേശം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. അത് പറയാൻ ഒരു വൈദികനായോണ്ട് എനിക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴികൾ കണ്ടുപിടിക്കണം. കാരണം ഇതൊരു വലിയ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. കറുത്തൂപ്പായൊക്കെ ഇട്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറയാൻ കാര്യം, ദേവാലയത്തിനകത്ത് വെച്ച് മൃതശരീരം ദേവാലയത്തിൽ കൊണ്ടുവന്നാൽ പ്രാർത്ഥനകൾ കൂടാതെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം അവിടെ നടത്തേണ്ട ആണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അത് പിന്നെ വേണമെങ്കിൽ നടന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഇപ്പൊ തന്നെ പറയാം. അന്ത്യചുംബനം നൽകുന്നത്, അന്ത്യചുംബനം എവിടെ വെച്ചാ നൽകുന്നത്? ഭവനത്തിൽ വെച്ചാ. അന്ത്യചുംബനം നൽകി ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദേവാലയത്തിൽ ശുശ്രൂഷിക്കാൻ കൊണ്ടുപോകുന്നത്. അവിടെയും ചെന്ന് കഴിഞ്ഞ് പിന്നെ ഇനി ആരെങ്കിലും ഉണ്ട് അന്ത്യചുംബനം കൊടുത്തേ ഇല്ലേ, വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കുന്നത്. 3-4-5 പേര് അവരുടെ ഇന്റിമേറ്റ് ആയിട്ട് കൊടുത്തോട്ടെ, എനിക്ക് വിരോധമില്ല. അത് ചെയ്യുന്നതിന് വലിയ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്ന് തോന്നാറുണ്ട്. എന്നാൽ ചെയ്യുന്നവർ ചെയ്തോട്ടെ, കാരണം ഇനി ഒരു അവസരം കൂടി ഇല്ലല്ലോ, ഇത് ലാസ്റ്റ് എന്ന് പറയുന്ന രീതി. അതിനുശേഷം നടക്കുന്ന 3 കർമ്മങ്ങളുണ്ട്. അതിൽ ഒരു കർമ്മത്തെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു, തൈലം ഒഴിക്കുന്നത്, വിശ്വാസികൾ ഒഴിക്കുന്ന കാലം എന്ന് പറയുന്നത്. മൃതശരീരത്തിൽ മുഖം മൂടുക എന്ന് പറയുന്നത് തക്സായിൽ പോലും ഇല്ല. അതായത് നമ്മള് സംസ്കാര ശുശ്രൂഷയുടെ ക്രമത്തിൽ പോലും ഇല്ലാത്ത കാര്യം. അപ്പൊ അത് ആരാ മൂടണ്ടേ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാ മൂടുന്നതെന്ന് അറിയണം. എന്തുകൊണ്ടാ മൂടുന്നത്? 2 തുണികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, കർത്താവിന്റെ കബറടക്കം നടത്തിയ, ദുഃഖവെള്ളിയാഴ്ച കബറടക്കം നടത്തിയ കേത്താനാശീലം അല്ലെങ്കിൽ ശോശപ്പ. ശോശപ്പ കൊണ്ട് മൂടുകയായാലും കേത്താനശീല വെച്ച് മൂടുക. കേത്താനശീലയ്ക്ക് കൃത്യമായി ഞാൻ പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച കർത്താവിന്റെ കബറടക്കം നടത്തിയ തുണിയാണ്. ശോശപ്പ എന്നെക്കാളും വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറയാം, കാസാപീലാസ അടക്കം ചെയ്തു വെക്കുന്നതാണ് ശോശപ്പ. മാമൂസ തൊട്ടി മൂടി വെക്കുന്നതാണ്. അപ്പൊ എന്തിനാണ് മൃതശരീരത്തിൽ ഇടുന്നേ? ക്രിസ്തുവിന്റെ ശരീരം ഉള്ളിൽ ലയിച്ചു ചേർന്ന് ഇരിക്കുന്ന ഒരു ജീവനുള്ള കാസായും പീലാസയുമായ ഇതിനെ മൂടി വയ്ക്കുകയാണ്. കർത്താവിന്റെ 2ാമത്തെ വരവിൽ ഇത് മാറ്റിയിട്ട് ശോശപ്പ ഇവിടുത്തെ വിശ്വാസികൾക്ക് തൊടാൻ അവകാശമില്ല. കേത്താനാശീല ഇവിടുത്തെ വിശ്വാസികൾക്ക് തൊടാൻ അവകാശമില്ല. അതെല്ലാം വൈദികര് ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഇത്തിരി ഓർമ്മയ കാലം വന്നു കഴിഞ്ഞാൽ മുതല് വീട്ടിലെ മൂത്ത മോനെ കൊണ്ട് ഇട്ട് തുടങ്ങി, മോളെ കൊണ്ട് ഇടിക്കത്തില്ലെന്നായി, ഇപ്പൊ മോളെ കൊണ്ട് ഇടിക്കുമെന്നായി, ഒക്കെ ആയിട്ട് ചർച്ച നടക്കുക. അവിടെ നടക്കട്ടെ, വിരോധമില്ല. 2ാമത്തേതാണ് തൈലം ഒഴിക്കുക. തൈലം ഒഴിക്കുന്നത് ഒരു കുപ്പിക്കകത്ത് തൈലം കൊണ്ടുവന്ന് ആരെങ്കിലും ഒരാൾ ചൊല്ലി 3 കുരിശടയാളം വരച്ച് കഴിക്കുന്നുണ്ട്. അതിന് വേദസുദ്ധത്തിൽ പ്രാർത്ഥനയുണ്ട്.
മൂന്നാമത്തേത് മണ്ണിടുക എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എങ്ങനെയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസ്കാര ശുശ്രൂഷയുടെ ക്രമം ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എഴുതി വെച്ചേക്കുന്ന വായിച്ചു വെക്കണം. തുടർന്ന് പട്ടക്കാരൻ കുരിശാകൃതിയിൽ മണ്ണിടുന്നു എന്നാണ്. ഇതെങ്ങനെയാ ഈ ജനത്തിന്റെ കയ്യിൽ കൊടുത്തോന്ന് എനിക്കറിയില്ല. അത് ജനത്തെ കൊണ്ട് ഇടിയിക്കുക. അത് പട്ടക്കാരും അല്ല മേൽപ്പട്ടക്കാരും ഒക്കെ ഈ ജനത്തെ കൊണ്ട് ഇടിയിക്കുക. തക്സ വായിക്കുന്നില്ലല്ലോ, പുസ്തകം വായിക്കുന്നില്ലല്ലോ. പുസ്തകം വായിച്ചാലല്ലോ പ്രശ്നം. ജനത്തെ കൊണ്ടങ്ങ് ഇടിയിക്കുക. ഈ അടുത്തിടയ്ക്ക് ഒരു പള്ളിയിൽ കേട്ടതാണ്, അടുത്ത ബന്ധുക്കാരൊക്കെ വന്ന് മണ്ണിടണം. അപ്പൊ ഈ അടുത്ത ബന്ധുക്കാരെടുത്ത് നോക്കിയിട്ട് അയാൾക്ക് മണ്ണിടുകയും വേണ്ട, പക്ഷെ അടുത്ത ബന്ധുക്കാര് വരാൻ പറഞ്ഞതിന് വലിയ ഒരു സംശയത്തിൽ നിൽക്കുക. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ? നാളെ അവരൊരു കുപ്പിക്കകത്ത് പാമോയിൽ കൊണ്ടുവരും. നിങ്ങൾ വൈദികര് കുരിശടയാളം എണ്ണ കൊണ്ട് ഒഴിച്ചു കഴിയുമ്പോൾ അവര് പാമോയിൽ കൊണ്ട് ഒഴിക്കും. അന്നേരം നമുക്ക് തടയാൻ പറ്റില്ല. വൈദികര് ചെയ്യേണ്ടത് വൈദികര് ചെയ്യാം. ഞാൻ വൈദികരെ തിരുത്താനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വൈദികരെ എനിക്ക് തിരുത്താൻ ഞാൻ മൽപ്പാനൊന്നുമല്ല. പക്ഷെ ഇവിടെ വിശ്വാസികൾ പറയണം, മണ്ണും കൊണ്ടുവരുന്ന വൈദികരോട് പറയണം, അച്ഛന് ചെയ്യാൻ പറ്റുന്ന പണി അച്ഛൻ ചെയ്യണം. അച്ഛൻ ചെയ്യേണ്ട ജോലിയാണെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അച്ഛൻ ചെയ്യണം. അല്ല ഹിന്ദുക്കൾക്ക് വായ്ക്കരി ഇടുന്നവരെ വായ്ക്കരി ഇടാനില്ല. എന്റെ അപ്പന്റെ മൃതശരീരത്തിൽ മണ്ണ് വാരിയിടാൻ ഞാൻ ഒരുത്തിനെ അനുവദിക്കില്ല. പകരം കാർമികൻ പ്രതീകാത്മകമായ എന്റെ മണ്ടയ്ക്ക് മണ്ണിടുകയാണ്. ഈ 4 കർമ്മങ്ങളിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ, ചുംബനം കൊടുക്കുന്നത് പൊക്കോട്ടെ. പക്ഷെ 3 കർമ്മങ്ങൾ പള്ളിക്കകത്ത് വെച്ച് നടക്കുന്നത് പുരോഹിതൻ ചെയ്യേണ്ടതാണ്, അല്ല ജനം ചെയ്യേണ്ടതല്ല. നിങ്ങൾ ഏത് കൂതാശയാണെങ്കിലും എടുത്തോളൂ. വിവാഹ കൂതാശയില് എന്താ മിന്നു കെട്ടുക എന്ന് പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിലുള്ളതല്ല, ഭാരത പാരമ്പര്യത്തിൽ നിന്ന് എടുത്തതാണ്. അതല്ലാതെ എന്ത് നോക്കി, മന്ത്രകൂടി ഇടുന്നത് വികാരിയച്ഛനാ, കൈ പിടിച്ചു കൊടുക്കുന്ന വികാരിയച്ഛനാ. ഇവിടെ മണ്ണിടാൻ വിശ്വാസികൾക്ക് അവസരം കൊടുക്കും. എവിടെയാ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടോ ഇത് പഠിപ്പിച്ചപ്പോ ഞാനിത് പഠിച്ചു. പണ്ട് കയ്യിലേക്ക് അവിടെ നിന്ന്, അതായത് കുഴിയുടെ അടുത്ത് നിന്നുകൊണ്ട് കയ്യിൽ മണ്ണെടുത്തിട്ട് ഒരു കാർമികൻ അതിലേക്ക് ഇടുവായിരുന്നു. ഇത്തിരി കുന്തിരിക്കോട് ഇട്ടിട്ട് ഇടുവായിരുന്നു. അത് മാറി ഇപ്പൊ പള്ളിക്ക് അകത്ത് വെച്ചായി. ഒരു ബക്കറ്റ് മണ്ണുണ്ടെങ്കിലും ഇന്നിടാൻ ആളുകളുമുണ്ട്, കൊടുക്കാൻ സ്ഥാനികളുമുണ്ട്. അത് വൈദികർ ചെയ്യേണ്ട. ഇത് പ്രതീകാത്മകമാണ്. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. ഇത് പ്രതീകാത്മകമാണ്. അതിനെ ആ അർത്ഥത്തിൽ ചെയ്യാൻ ഇടയാകട്ടെ. ജനത്തെ സന്തോഷിപ്പിക്കാൻ, അവരിൽ നിന്ന് മറ്റെന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഒരുപാട് കർമ്മങ്ങൾ വേറെ ഉണ്ട്. ഒരുപക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇത് ആത്മീയമായ ഒരു ശുശ്രൂഷയാണ്. ഇങ്ങനെയൊക്കെ പാലിക്കുന്ന വൈദികരോട് ആളുകൾക്ക് ദേഷ്യം തോന്നുകയാണ്. മറ്റവരെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, സന്തോഷമൊക്കെയാണ്. പക്ഷെ ഇത് പാലിക്കണമെന്ന് പറയുന്ന വൈദികർ എന്നെ പോലുള്ളവരോട് പലർക്കും ദേഷ്യമാണ്. വിരോധമില്ല, ചെയ്യേണ്ടത് സഭ ഏൽപ്പിച്ച കർമ്മമാണെന്ന് ബോധ്യത. നാളെ ഒരു ചെറിയ കുപ്പിയിൽ തൈലവുമായി മൃതശരീരത്തിൽ ഒഴുക്കാൻ ജനം വരുമ്പം ഉറപ്പുണ്ട്, ഇത് ജനവും ഒഴിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വൈദികർ കഴിയട്ടെ, അവരെ അത് ചെയ്യിപ്പിക്കാൻ വിശ്വാസികൾ കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.